ഡിയർ സ്റ്റുഡൻസ്, എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനോജ്. പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. +1 ഹ്യൂമാനിറ്റീസിന് പൊളിറ്റിക്കൽ സയൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ നിങ്ങൾക്ക് 2 പാഠപുസ്തകമാണ് ഫസ്റ്റ് ഇയറിന് പഠിക്കാനുള്ളത്. ആ 2 പാഠപുസ്തകം, ഒന്ന് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെസ്റ്റും, മറ്റൊന്ന് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റും. അങ്ങനെ 2 പാഠപുസ്തകമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് പഠിക്കാനുള്ളത്. 2 ടെക്സ്റ്റ് ബുക്കിലും 10 വീതം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠപുസ്തകമാണ് അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കും പൊളിറ്റിക്കൽ തിയറിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ടെക്സ്റ്റാണ് ഏതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്ററാണ് ഏത് റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റിലെ ചാപ്റ്റർ റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാലോ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടു കൂടി എന്ത് ചെയ്യുക, വീട്ടിൽ പോയി പഠിക്കുക. ഇതിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല, എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കൃത്യതയോടു കൂടി എന്ത് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കുക. ശരി, നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ഞാൻ പറഞ്ഞു 2 ടെക്സ്റ്റ് ബുക്കാണ് ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു ആ 2 ടെക്സ്റ്റ് ബുക്കിൽ അതിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് മീൻസ് അവകാശങ്ങൾ. ഇപ്പോൾ ഭരണഘടനയിൽ ഇന്ത്യൻ സിറ്റിസണിന് അനുവദിച്ച് നൽകുന്ന, ഗ്യാരണ്ടി നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. പാർട്ട് 3 ആർട്ടിക്കിൾ 40 to 32 guaranteed in our constitution certain rights. These rights are called fundamental rights. അതായത് ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലെ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 3 ആർട്ടിക്കിൾ 40 to 32 അനുച്ഛേദം 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ അവകാശങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഓരോ റൈറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഈക്വാളിറ്റി. റൈറ്റ് ടു ഈക്വാളിറ്റി. റൈറ്റ് ടു ഈക്വാളിറ്റി മീൻസ് സമത്വത്തിനുള്ള അവകാശം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ് പാർട്ട് 3
അതുപോലെ ആർട്ടിക്കിൾ എത്രയാ, ആർട്ടിക്കിൾ 14 തുടങ്ങി 32 എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 14 തുടങ്ങി 18 അവസാനിക്കും. 40 to 80 ആദ്യത്തെ റൈറ്റ്, റൈറ്റ് ടു ഈക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 to 22, 19 തുടങ്ങി 22 അവസാനിക്കുന്നു. മൂന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായുള്ള അവകാശം. 23, 24. നാലാമത്തെ റൈറ്റ് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25, 28. അഞ്ചാമത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ റൈറ്റ്സ്. ആർട്ടിക്കിൾ 29 to 30. നെക്സ്റ്റ് ലാസ്റ്റ് റൈറ്റ് എന്ന് ചോദിച്ചാൽ ഏതാ, നമ്മൾ പറഞ്ഞ 5 പറഞ്ഞേക്കണമെന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. ആറാമത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 റൈറ്റ്സാണ് നമുക്കിതിൽ പഠിക്കാവുന്നത്. അപ്പോൾ അതിൽ ഒരു ഇന്ത്യൻ ഭരണഘടന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്ന, ഭരണഘടന ഗ്യാരണ്ടി നൽകുന്ന റൈറ്റ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദർ ആർ 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പ്രധാനമായിട്ടും 6 തരത്തിലാണ്, അല്ലെങ്കിൽ 6 തരം റൈറ്റ്സാണ് ഭരണഘടന വ്യക്തികൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് ഞാൻ പറഞ്ഞു, എന്താണ് റൈറ്റ് ടു ഈക്വാളിറ്റി. റൈറ്റ് ടു ഈക്വാളിറ്റി മീൻസ് സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൂന്നാമത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നാലാമത്തെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം. 5 എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ആറാമത്തേതെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാ പരിഹാര മാർഗത്തിനുള്ള അവകാശം. അങ്ങനെ 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും 6 തരത്തിലാണ് മൗലികാവകാശങ്ങൾ ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം. അതായത് നമുക്ക് ആദ്യം തുടക്കത്തിൽ നമുക്ക് 7 മൗലികാവകാശങ്ങളുണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് 7 എണ്ണം ഉണ്ടായിരുന്നു. ഭരണഘടന ഉറപ്പ് നൽകുന്ന 7 അവകാശം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു അവകാശം എടുത്ത് മാറ്റി. അങ്ങനെ ഇപ്പോൾ നിലവിൽ എത്ര റൈറ്റ്സേ ഉള്ളൂ? 6 എണ്ണമാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഓരോ റൈറ്റിൻ്റെയും കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് റൈറ്റ് ഈക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൾ ആർ ഈക്വൽ ഇൻ ദി ഐസ് ഓഫ് ലാ. നിയമത്തിൻ്റെ മുന്നിൽ എന്താണ്? എല്ലാവരും തുല്യരാണ്. അപ്പോൾ അവിടെ എന്ത് പാടില്ല? വിവേചനം പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ റൈറ്റ് ടു ഈക്വാളിറ്റി മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത്
ഇക്വാളിറ്റി ബിഫോർ ലോ. ഇതിവിടെ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു റൈറ്റ്സ് തന്നെ ആ റൈറ്റ്സിൽ പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 to 18 ആണ്. 14 നമുക്ക് ഓരോ ആർട്ടിക്കിളും കൃത്യതയോട് കൂടി പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ വരുന്നതാണ് ഒന്ന് ആർട്ടിക്കിൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന 14 അനുച്ഛേദം 14 എന്താണെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. നിയമത്തിൻ്റെ മുന്നിലുള്ള സമത്വം. ദാറ്റ് മീൻസ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, തുല്യമായിട്ടുള്ള അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. എന്ത് പാടില്ല? ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല? വിവേചനം പാടില്ല. അപ്പോൾ അത് ഉറപ്പ് നൽകുന്ന അവകാശമാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, ഇക്വാളിറ്റി ബിഫോർ ലോ. അതുപോലെ ആർട്ടിക്കിൾ 15 എന്താണെന്ന് ചോദിക്കും. അവിടെ എഴുതേണ്ടത് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കളറിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല? വിവേചനം പാടില്ല എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 15. പിന്നെ അതിൽ 16 പറയുന്നുണ്ട് ക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. 17 പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 17 മീൻസ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തം, തൊട്ടുകൂടായ്മ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവേചനങ്ങളെ എല്ലാം തന്നെ മാറ്റി നിർത്തി എല്ലാ വ്യക്തികൾക്കും എന്ത് കിട്ടണം? തുല്യമായിട്ടുള്ള നിയമവും പരിരക്ഷയൊക്കെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് 3 ആർട്ടിക്കിൾ അതിൽ ഓർമ്മിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ, ഇക്വാളിറ്റി ബിഫോർ ലോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. പിന്നെ അതിൽ വരുന്നത് 16 വരുന്നുണ്ട് 16 ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ. നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 17 മീൻസ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇങ്ങനെ ഈ 3-4 ആർട്ടിക്കിൾ കൃത്യം കൂടി പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 15 ചോദിച്ചിട്ടുണ്ട്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര എന്ന് തന്നിരിക്കുന്നത്. എന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആർട്ടിക്കിളാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ നമ്മളവിടെ ആൻസർ ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 15. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി മീൻസ് എന്താണ്? സമത്വം, എല്ലാവർക്കും തുല്യത കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി മീൻസ് അതിൽ വരുന്നത് ആർട്ടിക്കിൾ 14 ഓർമ്മിക്കണം. എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 ഓർമ്മിക്കണം. 15 എന്ന് പറയുന്നത് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കളറിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല? വിവേചനം പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15. പിന്നെ പറയുന്നത് ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇത്രയാണ് ഒന്നാമത്തെ റൈറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഓർമ്മിക്കേണ്ടത് ആർട്ടിക്കിൾ 14, 15, 17 ഇത് 3 പരീക്ഷയ്ക്ക് മാറി ചോദിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ റൈറ്റാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് നൽകുന്ന മറ്റൊരു അവകാശമാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 19 മുതൽ 22 ആർട്ടിക്കിൾ കൃത്യതയോടുകൂടി പഠിക്കണം. കാര്യം ഓരോ റൈറ്റും എഴുതി ഇതുപോലെ ആർട്ടിക്കിൾ എഴുതണം. ഓരോ ആർട്ടിക്കിളിൻ്റെയും പ്രധാനപ്പെട്ട ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആർട്ടിക്കിൾ ഒൻവേഡായിട്ടും ചോദിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ റൈറ്റ് ടു ഫ്രീഡം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19 മുതൽ 22
19 തുടങ്ങി 22 എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 19 പറയുന്നത് നമുക്ക് വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് എന്താണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് റൈറ്റ് ടു മൂവ്, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് സംസാരിക്കാം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. റൈറ്റ് ടു ഫോം ആൻ അസോസിയേഷൻ സ്ഥാപിക്കാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും താമസിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓർമ്മിക്കേണ്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ് 21, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യം, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾ 21. ഇപ്പം ആർട്ടിക്കിൾ 19 പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു എന്താണ്, റൈറ്റ് ടു മൂവ് ഫ്രീലി, നമുക്ക് സ്വതന്ത്രമായിട്ട് എവിടെ വേണോ സഞ്ചരിക്കാം. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് സംസാരിക്കാം, പ്രകടിപ്പിക്കാം. മനസ്സിലായില്ലേ? റൈറ്റ് ടു ഫോം അസോസിയേഷനുകൾ സ്ഥാപിക്കാം. റൈറ്റ് ടു സെറ്റിൽ എനിവെയർ ഇൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എവിടെ വേണോ നമുക്ക് എന്ത് ചെയ്യാം, താമസിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ടു ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ആർട്ടിക്കിൾ 19 ഇംപ്ലൈസ് സർട്ടൈൻ ഫ്രീഡംസ് ഫോർ സിറ്റിസൺ. അതിലാണ് എന്ത് പറയുന്നത്, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു മൂവ് ഫ്രീലി, റൈറ്റ് ടു സെറ്റിൽ എനിവെയർ ഇൻ ദി ഇന്ത്യൻ ടെറിട്ടറി, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് താമസിക്കാം, നമുക്ക് സംസാരിക്കാം, അത് പ്രകടിപ്പിക്കാം. റൈറ്റ് ടു ഫോം അസോസിയേഷനുകൾ സ്ഥാപിക്കാം, എക്സെട്ര. ഇതെല്ലാം വരുന്നതാണ് ഏത്, ആർട്ടിക്കിൾ 19. കൂടാതെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പുവരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21, അല്ലെങ്കിൽ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി എന്നാണ് പറയുന്നത്. റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21 ഇംപ്ലൈസ് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന അനുച്ഛേദമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾ 21. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. 19 ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് ഏതൊക്കെയാണ് അതിൽ വരുന്ന, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, റൈറ്റ് ടു മൂവ്, അതുപോലെ തന്നെ താമസം, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണം താമസം, റൈറ്റ് ടു ഫോം അസോസിയേഷനുകൾ സ്ഥാപിക്കാം. ഇങ്ങനെ വരുന്ന ഫ്രീഡംസ്, അതാണ് എന്തുകൊണ്ട് അതിൽ വരുന്നത്, രണ്ടാമത്തെ റൈറ്റിൽ വരുന്ന റൈറ്റ് ടു ഫ്രീഡം. അപ്പോൾ ഇതിലിപ്പോൾ വരുന്ന റൈറ്റ് ഇക്വാളിറ്റിയിൽ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 14, 15, 17 ഈ 3 ആർട്ടിക്കിൾ ഓർമ്മിക്കണം. രണ്ടാമത്തെ ഫ്രീഡത്തിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് ഏത്, 21, ആർട്ടിക്കിൾ 21 മീൻസ് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. പിന്നെ വേറൊന്നും 21 പറഞ്ഞുകൊണ്ട് പറയാം, 21 ക്ലോസ് എ ഉണ്ട്. ആർട്ടിക്കിൾ 21 ക്ലോസ് എ മീൻസ് റൈറ്റ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 ക്ലോസ് എ. നമ്മളിവിടെ പറഞ്ഞത് 21 മാത്രമേ ഉള്ളൂ. 21 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. അതിൽ വരുന്ന മറ്റൊന്നാണ് 21 ക്ലോസ് എ, അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. എന്താണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത്, മൂന്നാമത്തെ റൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ ഒരു ആർട്ടിക്കിൾ ഓർമ്മിക്കണം, ആർട്ടിക്കിൾ 24
24 ഓർമ്മ. 24 മീൻസ് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, ബാലവേല നിരോധനം. ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, കുഞ്ഞു കുട്ടികളെ കൊണ്ട് വലിയ ഫാക്ടറികളിലും ഖനികളിലൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യിപ്പിക്കുന്നതൊക്കെ തടയുക. അതൊക്കെ കുറ്റകരമാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. അതിന് നമുക്ക് സംരക്ഷണം കിട്ടണം. പ്രധാനമായിട്ടും ചൂഷണത്തിന് എതിരാവുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളാണ്. കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലും അതുപോലെ തന്നെ ഖനികളിലും ഒക്കെ കൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുക, അത് തടയുക കുറ്റകരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് എന്ത് 24 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലവേല നിരോധനം, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. ഈ ആർട്ടിക്കിൾ പരീക്ഷയ്ക്ക് ചോദിക്കും. 24 ആർട്ടിക്കിൾ 24 എന്താണ്? ബാലവേല നിരോധനം. ബാലവേല നിരോധനം. അപ്പോൾ ഈ 3 റൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, എന്നിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 40 to 32. ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിനിധീകരിക്കുന്നത്. പ്രധാനമായിട്ടും 6 തരത്തിലാണ്. ദെയർ ആർ 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ലാസ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അങ്ങനെ 6 തരത്തിലാണ് മൗലികാവകാശ ഭരണഘടന വ്യക്തികൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയാണ് പ്രധാനമായി എന്തെന്ന് പറയുന്നത്? മൗലികാവകാശങ്ങളെന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഇക്വാളിറ്റി മീൻസ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എന്ത് പാടില്ല? അവിടെ വിവേചനം പാടില്ല. അപ്പോൾ അതിന് സംരക്ഷണം നൽകുന്നതാണ് ആർട്ടിക്കിൾ 14 എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ. ഇക്വാളിറ്റി ബിഫോർ ലോ മീൻസ് നിയമത്തിന് മുന്നിലുള്ള സമത്വം, എല്ലാ പേരും ഈക്വൽ. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കളറിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല? വിവേചനം പാടില്ല. അതാണ് ഏതെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 15. 16 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. പിന്നെ ഓർമ്മിക്കേണ്ടത് ആർട്ടിക്കിൾ 17 മീൻസ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇനി രണ്ടാമത് പറഞ്ഞത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വ്യക്തികൾക്ക് നിരവധി സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതിൽ ആർട്ടിക്കിൾ 19 പറയുന്നത് അല്ലെങ്കിൽ ഇംപ്ലൈസ് ചെയ്യുന്നത് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു മൂവ് ഫ്രീലി, നമുക്ക് എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. റൈറ്റ് ടു സെറ്റിൽ എനിവെയർ, ഇന്ത്യയിൽ എവിടെയാണോ നമുക്ക് താമസിക്കാം. റൈറ്റ് ഫോം അസോസിയേഷനുകൾ സ്ഥാപിക്കാം, എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 19. പിന്നെ അതിൽ ഓർമ്മിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 21. ആ 21 പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 21 ക്ലോസ് എയും കൂടെ പറഞ്ഞു. 21 ക്ലോസ് എ ആണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് അതിൽ വരണമല്ല, ആർട്ടിക്കിൾ 21 പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ക്ലോസ് എയും കൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. 21 പേഴ്സണൽ ലിബർട്ടി, 21 ക്ലോസ് എ മീൻസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. മൂന്നാമത് പറഞ്ഞത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. പറഞ്ഞു എന്താണ്? കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അതികഠിനമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കുന്നു. ഫാക്ടറികളിലും ഖനികളിലും കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിക്രൂരമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കുന്ന തടയുക. അപ്പോൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. 24 മീൻസ് ചൈൽഡ് ലേബർ, ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 24.